ഹലോ, അപ്പം ഇന്ന് ഡിസംബർ 31 ന്യൂ ഇയർ ആണ് നാളെ. സോ നമ്മൾ ഒരു 2 ദിവസത്തേക്ക് മാത്രമാണ് ആക്ച്വലി തിരുപ്പതിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. എനിക്കാണെങ്കിൽ 2ാം തീയതി എക്സാമാണ്, നെറ്റിൻ്റെ UGC നെറ്റിൻ്റെ എക്സാമാണ് 2-ന്. അപ്പം അതുകൊണ്ട് ഇന്ന് നമുക്ക് പോകണം നാട്ടിലോട്ട്. പക്ഷേ നമ്മൾ ഇന്ന് കോഴിക്കോടേക്കല്ല പോകുന്നത്, ഇന്ന് പാലക്കാടോട്ട് കഞ്ചിക്കോടോട്ടാണ് പോകുന്നത്. അവിടെ നിന്ന് ജസ്റ്റ് ന്യൂ ഇയർ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ പിറ്റേന്ന് രാവിലെ, അതായത് ഒരു 7:30 ട്രെയിനും, അതിന് കോഴിക്കോടേക്ക് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പം എന്ത് ചെയ്യണമെന്ന് എക്സാമാണ്, ന്യൂ ഇയർ ആണ്, എല്ലാം കൂടി ഒരുമിച്ചാണ് വന്നത്. സെലിബ്രേഷൻ ഓക്കെ, ജസ്റ്റ് അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പം അമ്മ ഉണ്ടായിരുന്നു, അമ്മ ഞാനാണ് ഇനി പോകുന്നത് കോഴിക്കോടേക്ക് തനിച്ച്. മറ്റാൾ വരുന്നുണ്ട്. അപ്പം അമ്മേനോട് ബൈ. കരയൊന്നും വേണ്ട. അപ്പാ ടാറ്റ. നമ്മളെല്ലാവരോടും ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇറങ്ങി. ഈ ബൈ പറയൽ ചടങ്ങ് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇമോഷണലാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് കൂടുതൽ സമയം ബൈ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഇനിയിപ്പോൾ 3:30 4:15 നമ്മുടെ ട്രെയിന്. അരമണിക്കൂർ മതി റെയിൽവേ സ്റ്റേഷനിലോട്ട്. മതി, കുറേ കാലമായി വന്നിട്ട്, എന്നാലും എത്ര മണിക്കൂർ വേണമെന്നൊന്നും ഇപ്പോഴും അറിയില്ല. അപ്പോൾ നമുക്കിനി റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിനൊക്കെ കയറിയിട്ട് കാണാം. അപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഞാൻ ഇപ്പോൾ ഒരു കാഴ്ച കണ്ടിട്ടോ. ട്രെയിന് അപ്പോഴത്തെ പ്ലാറ്റ്ഫോമിൽ ട്രെയിന് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. ആ പോകാൻ നേരത്തെ ഒരാൾ ഓടി കയറുന്നുണ്ട്. വല്ല ബസ്സും പോകുന്ന പോലെയാണ് ആൾ എന്നെ കയറ്റു എന്ന് പറഞ്ഞു ഓടുന്നത്. അയ്യോ കോമഡി, ശരിക്കും സത്യമായിട്ട് നടന്ന സംഭവമാണ്. അന്ന് ആ സമയത്തേക്ക് അങ്ങനെ ഒരു കോമഡി എങ്ങനെ പറയണ്ടേ എനിക്കറിയില്ല കേട്ടോ. നമ്മൾ ട്രിപ്പ് പോകുന്ന സമയത്ത് എവിടെയെങ്കിലും ട്രിപ്പ് എന്നല്ല, എവിടെ പോവാണെങ്കിലും ഇതുപോലൊരെണ്ണത്തിനെ കൊണ്ടുപോകുന്ന എപ്പോഴും നല്ല. കാരണം നമ്മളെ കുട്ടീനെ നോക്കാൻ വേറെ ആരും വേണ്ടല്ലോ, കണ്ടോ. കാരണം ഈറ്റിങ്ങൾ എപ്പോഴാണ് കണ്ണ് വെട്ടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാന്നറിയില്ല. റെയിൽവേ സ്റ്റേഷനിൽ ഇതായിരുന്നു 4:15 വരുമെന്ന് പറഞ്ഞ ട്രെയിന് ഐ തിങ്ക് ഇപ്പോൾ 5 മണിയാവാറായി. 3/4 മണിക്കൂറോളം നമ്മളിപ്പോൾ പോസ്റ്റാണ്. ഇനി കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം. തിരുപ്പൂർ എത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഫോണിൽ നോക്കിയപ്പോൾ കണ്ടത്. അതെ. ഇനി വന്നിട്ട് ട്രെയിനിൽ കയറിയിട്ട് ചിലപ്പോൾ നമ്മൾ പാലക്കാട് എത്തിയാൽ കഞ്ചിക്കോട് എത്തിയാൽ സംസാരിക്കാം. അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ട്രെയിനിൽ തിരക്കൊന്നും ഇല്ലെങ്കിൽ ഗ്യാപ്പ് കിട്ടിയാൽ സംസാരിക്കാം. വീഡിയോ ഓൺ ചെയ്യുന്നതായിരിക്കും ട്രെയിൻ. ഓക്കെ, ട്രെയിനിൽ കയറി അങ്ങനെ നമ്മൾ എത്തി. എവിടെ എത്തിയപ്പോ? കഞ്ചിക്കോട് സ്റ്റേഷനിൽ. ഇതാദ്യം എവിടെ എത്തി? നമ്മള് കഞ്ചിക്കോട് എത്തി. ഇപ്പോൾ നമ്മൾ പിക്ക് ചെയ്യാൻ ഇവിടെ 2 അണ്ണന്മാർ വന്നിട്ടുണ്ട്. സോ ഗൈസ്, എൻ്റെ ഫോണിൽ തീരെ ചാർജ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അവിടെ എത്തിയിട്ടേക്കും ബാക്കി വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പം അവിടെ എത്തി ഫ്രഷായി ബാക്കി ന്യൂ ഇയറിൻ്റെ ചെറിയ സെലിബ്രേഷൻസിൻ്റെ കാര്യങ്ങൾ കാണിച്ചത്. കാരണം എക്സാം ആയതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഉറക്കം മൊഴിയും പഠിക്കാനൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് പോണത്. എന്താണെന്നൊന്നും അറിയില്ല. അപ്പം നമ്മളിത് വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ ശരണേച്ചിൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ലൈറ്റില്ല. ഞാൻ ട്രെയിനിൽ ഇറങ്ങി ഇവിടെ എത്തി, ഫോണൊക്കെ ചാർജ് ഇട്ട്. അപ്പം എല്ലാവരും ഇങ്ങോട്ട് വന്നിരിക്കണം ഗൈസ്. ഇപ്പൊ സമയം എത്രയാണ്? 9 മണിയാണ്. 9:30 ആയിട്ടുണ്ട്. 12 മണിക്കാണ് നമ്മളെ സെലിബ്രേഷൻ ഒക്കെ ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുവരെ ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. ഞാൻ പഠിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ നല്ല കുട്ടിയായതുകൊണ്ട് പഠിച്ചിട്ട് ഇവരാണ് ബാക്കി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മളെ വീട്ടമ്മ ശരണേച്ചി ഇവിടെ കുളിക്കുകയാണെന്ന് തോന്നുന്നു. ആള് വന്നിട്ട് ഞാൻ കാണിച്ചില്ല കേട്ടോ. അത് ഏട്ടന്മാർ, അത് സിറിഞ്ചൊക്കെയാണ് അവിടെ വെച്ചത്. ജാൻവി ഡാൻസ് കളിച്ചോ? ഡാൻസ് കളിച്ച് എന്ത് ഡാൻസ് കളിച്ചേ? അങ്ങനെ ഒരു 11 മണി 11:30 ആയപ്പോഴത്തേക്കും നമ്മളെല്ലാവരും ടെറസിലേക്ക് വന്നിട്ടുണ്ട്. ഇവർ കുറേ നേരം ടെറസിൽ, ഞാൻ ഇപ്പോഴാണ് ഇങ്ങോട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. അണ്ണൻ ഇവിടെ മീൻ പൊള്ളിച്ചതും ചിക്കൻ ഗ്രില്ല് ചെയ്തൊക്കെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മാത്രമല്ല ഒരു ന്യൂ ഇയറിന്റെ വൈബൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദൂട്ടിന് ഈ സ്പീക്കറിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്.
നമ്മളെല്ലാവരും മേളിൽ എൻജോയ് ചെയ്യുന്ന സമയത്ത് ഒറ്റയ്ക്ക് വന്ന് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന മഹാവ്യക്തി. എന്താ ചിക്കൻ കറിയാ? ചിക്കന് ചപ്പാത്തി അടിച്ചോണ്ടിരിക്കാടാ കള്ള നീ ഇവിടെ. നീ കൈ എടുത്തോ? ഞാൻ എടുക്കൂല, വീഡിയോ എടുക്കൂല. ഇവൻ മുഖം പൊത്തിരിക്കുന്നോണ്ട് എന്റെ ഫോട്ടോ ഞാൻ എടുത്തിട്ട് സൈഡ് കൊടുക്കാട്ടോ. നിങ്ങളിത് കാണുക, നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹാപ്പി ന്യൂ ഇയർ. പ്ലം അല്ലേ ഇത്? ക്യാരറ്റോ? പക്ഷെ കാണുമ്പോ പെട്ടെന്ന് പ്ലം വന്നിട്ടായിരിക്കും. പിന്നെ ബനാന നമ്മളൊരു ആരൊക്കെ ഇത് ഞാൻ തന്നെ ഒന്ന് കഴിച്ചിട്ട് ഇങ്ങനെ ഇട്ടിട്ട് പോയി റെഡി പോയി. പിന്നെ ചിക്കൻ കറി. ഓക്കെ, പക്ഷെ എനിക്ക് ചിക്കൻ കറി ഇപ്പോൾ കണ്ടിട്ട് കഴിക്കാൻ തോന്നില്ല. കാരണം 2-3 ദിവസമായി അടുപ്പിച്ച് ചിക്കൻ കഴിക്കുന്നതുകൊണ്ട് തന്നെ വലിയ നോണ വരുന്നില്ല. ചോറ്, ചപ്പാത്തി, ബാക്കി മുകളിലുണ്ട്. നമുക്കുള്ള ഗ്ലാസ് ഒക്കെ എടുത്ത് പോണിട്ടാണ്. എന്നാ എടാ ഇതും കൂടി മേലോട്ട് കൊണ്ടുപോവാ. അത് കൊണ്ടുപോകും. ഏട്ടൻ മാത്രമല്ല അനിയനും ഇവിടെ നല്ല പോളിങ്ങാണ്. മതി. ആ കഷ്ണം കുറഞ്ഞ ഒരു കഷ്ണം കൂടി എടുത്ത് കഴിക്കും. ഗ്രില്ലിൽ മീൻ പൊള്ളിക്കാൻ വേണ്ടിയിട്ടതാണ് കേട്ടോ. ചിക്കൻ നല്ല ലൈറ്റ് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 12 മണി ആവാറായി. 12 മണി ആയപ്പോഴത്തേക്ക് നമ്മൾ ദേ ന്യൂ ഇയർ കേക്ക് കട്ട് ചെയ്യാണ്. Happy New Year to you. അങ്ങനെ കേക്ക് കട്ട് ചെയ്തു, എല്ലാവർക്കും കൊടുത്തു. അതിനിടയ്ക്ക് ഞാനും കഴിച്ചിട്ട് താഴോട്ട് വന്നിട്ടുണ്ടായിരുന്നു. താഴെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഏട്ടൻ മീൻ പൊള്ളിച്ചായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഏട്ടൻ നമുക്ക് മീൻ പൊള്ളിച്ചത് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ഇത് മത്തിയാണ് കേട്ടോ. അതിന്റെ ആ ഒരു നല്ല ഹെൽത്തി, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ മീൻ പൊള്ളിച്ചത്. സൂപ്പർ. നമുക്ക് പഠിക്കാം. ഫൈനലി നമ്മൾ ചിക്കനൊക്കെ ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഡാൻസ് കളിക്കാൻ പോയ ഗ്യാപ്പിൽ ചിക്കൻ ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. നമ്മളെ സുന്ദരി കാന്താരിമണികൾ ഇതേ ഉറക്കമൊക്കെ ഇല്ലാതെ ഇരിക്കുന്നുണ്ട്. താഴെ ഒരു ഉറങ്ങാൻ പോയതാണ്. ബട്ട് ഉറങ്ങാതെ ആയപ്പോൾ ഏച്ചി വീണ്ടും മേലോട്ട് തന്നെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. എല്ലാ ഗ്രൂപ്പിലും കാണില്ലേ ഇതുപോലെ പണിയെടുക്കുന്നവര്. പാവം അണ്ണനാണ് ഈ ഗ്രില്ലിംഗ് മെത്തേഡ് മുഴുവൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് സെക്ഷനാണ് നമ്മളിത് ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ചിക്കനൊക്കെ ഒന്ന് സെറ്റ് ആയി വന്നപ്പോഴത്തേക്കും നമ്മൾ ഫുഡൊക്കെ താഴ്ന്നെടുത്തതേ വീണ്ടും ടെറസിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ചപ്പാത്തി ചോറും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഒരു ചപ്പാത്തി പിന്നെ ചോറും കഴിച്ചു കേട്ടോ. കുറേ മണിക്കൂറുകളുടെ കഷ്ടപ്പാടാണ് ഞാൻ കുറച്ച് നേരത്തേക്ക് മാത്രമായിട്ട് കാണിക്കുന്നത് കേട്ടോ. എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിലും മനസ്സ് മുഴുവൻ എക്സാമിനുള്ള പേടിയാണ് കേട്ടോ. കുറച്ച് നേരം താഴെ ഇരുന്നോടിക്കും, പിന്നെ മേളിലോട്ട് വരും. ഇങ്ങനെയായിരുന്നു കേട്ടോ എൻ്റെ ഒരു റൂട്ടീൻ. ഗൈസ്, അങ്ങനെ നമ്മൾ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് കിടക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് ഇവിടെ ഓരോരുത്തരും വന്നിട്ട് പ്രേമത്തിന്റെ കഥകളൊക്കെ പറയുന്നുണ്ട്. ആ കഥ കേട്ട് കിടക്കാൻ പറ്റിയ പിള്ളേരും. അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ ചെറിയ രീതിക്കുള്ള ഒരു ന്യൂ ഇയർ സെലിബ്രേഷൻ. എക്സാം ആയതുകൊണ്ട് തന്നെ കൂടുതലായിട്ടൊന്നും പ്ലാൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സോ ഒരുപാട് നല്ല കാര്യങ്ങൾ സമ്മാനിച്ച് 2025 നന്ദി പറഞ്ഞുകൊണ്ട് ഇനി നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ 2026 വരവേൽക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. Happy New Year. ബൈ. ഗുഡ് നൈറ്റ്.